അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ ഒരു കാഴ്ച കണ്ടിട്ട് വല്ലാത്ത സന്തോഷം. ആ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. മലപ്പുറം മഅദിനിലെ ഗ്രാൻഡ് മോസ്കിലെ നമസ്കാരം. കാഴ്ച പരിമിതിയുള്ള 3 പണ്ഡിതന്മാർ ചേർന്നാണ് അവിടെ ഖുതുബ നടത്തിയത്. അവിടുത്തെ നിസ്കാരവും അതേപോലെ മഹ്ശറ വിളിയും അതിനുശേഷമുള്ള പ്രസംഗം നിർവഹിച്ച ആളുകൾ 3 പണ്ഡിതന്മാർ. ഈ 3 പണ്ഡിതന്മാരും കാഴ്ചശക്തിയില്ലാത്ത ആളുകൾ. ഇങ്ങനെ ഒരു പള്ളിക്ക് ഒരു അവസരം കിട്ടുക, ഇത്തരം നമ്മുടെ സാധാരണ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിയായ ആളുകൾക്ക് ഒരവസരം കൊടുക്കുക എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു കാഴ്ചയാണ്. മലപ്പുറം മഅദിനിലാണ് ഈ മനോഹരമായ കാഴ്ച ഒരുക്കിയത് സയ്യിദുൽ ബുഖാരി തങ്ങള്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതിന് അവിടെ ഖുതുബ നിർവഹിച്ച ഒരാൾ എൻ്റെ നാട്ടുകാരനാണ്. ആ ഒരു ഷബീർ അലി എന്ന് പേരുള്ള ആ ഒരു പണ്ഡിതൻ, കാഴ്ച പരിമിതിയുള്ള അതിമനോഹരമായിട്ട് ഖുർആൻ ഓതുന്ന ഒരാൾ. ദുബായ് അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിലൊക്കെ ഫൈനൽ റൗണ്ടിൽ എത്തിയ ഒരാളാണ് ഇദ്ദേഹം. ഈ ഷബീർ അലി എടപ്പാൾ പോത്തന്നൂർ സ്വദേശിയാണ്. ബഷീറിൻ്റെയും നദീറയുടെയും മകനാണ് ഷബീർ അലി എന്ന് പേരുള്ള ഈ പണ്ഡിതൻ. കാഴ്ച പരിമിതിയുള്ള ഈ പണ്ഡിതനാണ് കഴിഞ്ഞ ഇന്നലത്തെ വെള്ളിയാഴ്ചയിൽ അവിടുത്തെ ആ ഒരു മലപ്പുറം മഅദിൻ 1000ഓളം ആളുകൾക്ക്, വളരെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രാൻഡ് മോസ്കിലെ ഫസ്റ്റത്തെ ഖുതുബ നിർവഹിച്ചത്. മാഷാ അല്ലാ, സന്തോഷം. ആ ഒരു പണ്ഡിതനെ അറിയാവുന്ന ആളുകൾ, നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൻ്റെ നാടിനടുത്തുള്ള പോത്തനൂരിലുള്ള ഈ ഷബീർ അലി എന്ന് പേരുള്ള കാഴ്ച പരിമിതിയുള്ള ആ പണ്ഡിതനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വളരെ നല്ല നിലക്ക് 10ാം ക്ലാസ്സിലൊക്കെ 9 A+ നേടി നന്നായിട്ട് പഠിച്ച് മഅദിനിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരാളാണ്. ഈ ഒരു ഖുർആൻ, വിശുദ്ധ ഖുർആൻ അതിമനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ഈ ഷബീർ അലി. ഷബീർ അലിയാണ് അവിടുത്തെ ഖുതുബ നിർവഹിച്ചത്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ മഹ്ശറ വിളിച്ചതും ബാങ്ക് കൊടുത്ത ഒരാളുണ്ട്. ഉമറുൽ അക്സം എന്നു പേരുള്ള കാപ്പാട് സ്വദേശിയാണ് അത് ചെയ്തത്. ഹമീദിന്റെയും സൈനബയുടെയും മകനാണ് ഉമറുൽ അക്സം. ഇവരൊക്കെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് കേട്ടോ. കാഴ്ച പരിമിതിയുള്ള ഒരാൾ കൂടിയാണ്. അതേപോലെ അവിടുത്തെ ഖുതുബക്ക് ശേഷമുള്ള ഒരു ഉത്ബോധന പ്രസംഗം നടത്തിയത് ഹാഫിദ് സിനാൻ എന്നു പേരുള്ള പെരുവള്ളൂരിലെ ഒരു പണ്ഡിതനാണ്. ഷംസുദ്ദീന്റെയും സൊഫിയയുടെയും മകനാണ് ഈ ഒരു ഹാഫിദ് സിനാൻ. ഈ 3 പേരും ആ മഅദിന്റെ സംഭാവനകളാണ് എന്നുള്ളതാണ്. മാഷാ അല്ലാ, അവിടുത്തെ ആ ഒരു സ്ഥാപനം നടത്തുന്ന തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു ഉമ്മ വന്ന് ചോദിച്ചത്രേ, എൻ്റെ ഒരു ഉമ്മൂമ്മ വല്യമ്മ വന്നിട്ട്, എൻ്റെ മോന് ശക്തിയില്ല, ഓനെ കൊന്നു തരാൻ വല്ല മാർഗമുണ്ടോ? അപ്പോഴാണ് തങ്ങൾ ആലോചിച്ചത്, പടച്ച റബ്ബേ, കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കണം. അങ്ങനെയാണ് മലപ്പുറം മഅദിനിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. മാഷാ അല്ലാ, ഇന്ന് ലോകത്തിന്റെ, കേരളത്തിന്റെ അഭിമാനമാണ് ആ സ്ഥാപനം. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഈ ബാങ്ക് കൊടുത്ത ഒരാളെയും അതേപോലെ പ്രസംഗം നടത്തിയ ആളുകളൊക്കെ അറിയുന്ന ആളുകളിൽ അവരുടെ പേര് പറഞ്ഞിട്ട്, മാഷാ അല്ലാ, ആ ഒരു പേര് ഉച്ചരിക്കുന്നത് പോലും ഒരു ബർക്കത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം റമദാനിലെ ഒരു ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ആ ഒരു സ്ഥാപനം ആ കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജമാക്കുക, അവർക്ക് പ്രത്യേക അവസരങ്ങൾ കൊടുക്കുക, അത് കാണാനും ആ ഖുതുബ മനസ്സിലാക്കാനും അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു ആളുകളും അതേപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകളും ഭിന്നശേഷിക്കാരും ഒക്കെ പള്ളിയിൽ വരിക, ഇത്രയും ചരിത്രപരമായ ഒരു സംഭവം ഒരു പക്ഷെ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവുക? ഈ ഷബീർ അലി കഴിഞ്ഞ വർഷത്തോടെ ഖുതുബ നിർവഹിച്ച ഒരാളാണ്. പക്ഷെ അതിങ്ങനെ ഖുതുബ ഓതാൻ, ബാങ്ക് വിളിക്കാനും മഹ്ശറ വിളിക്കാനും അതേപോലെ ഖുതുബക്ക് ശേഷമുള്ള ഉത്ബോധന പ്രസംഗത്തിനും എല്ലാവരും കാഴ്ച പരിമിതിക്കുള്ള ആളുകളായിരുന്നില്ല. ഖുതുബ മാത്രം നിർവഹിച്ചത്. ഇത്തവണ ചരിത്രപരമായ ഒരു സംഭവമാണ് നടന്നത്. ഏതായാലും ഈ 3 പേരെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ പരിചയക്കാരാണോ, കുടുംബക്കാരാണോ, അവരുടെ മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടോ? ദുആ ചെയ്യണേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഷബീർ അലിയുടെയും അതേപോലെ ഹാഫിൽ സിനാന്റെയും മുഹമ്മദ് അക്സമിൻ്റെയും ഒക്കെ മാതാപിതാക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മക്കൾ അള്ളാഹു ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇത് സംബന്ധമായിട്ട് മീഡിയ 1 വന്ന വാർത്തയൊന്ന് കാണണം. ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്നതിൽ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ പെടുന്നതാണിത്. ഇത്രയും വലിയൊരു അവസരം നേടിത്തന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻ്റെ ആദ്യ ഖുതുബ ഈ പള്ളിയിൽ തന്നെയാണ് എന്നതിലും ഒരുപാട് സന്തോഷം തോന്നുന്നു. കാഴ്ചയില്ലാത്തവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരും സമൂഹത്തിൽ ഒന്നിക്കേണ്ടവരാണ്, അവർ സമൂഹത്തിൽ മുഖ്യധാരയിൽ എത്തേണ്ടവരാണ് എന്ന ബോധ്യം ജനങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച, റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച രാവിലെ എല്ലാ കർമ്മങ്ങളും, ജുമയുടെ എല്ലാ കർമ്മങ്ങളും കാഴ്ചയില്ലാത്തവർ നിർവഹിക്കുന്ന രീതിയിൽ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഒരു സംവിധാനം തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ സന്തോഷം കൊണ്ടാണ് കണ്ടു നിറഞ്ഞത്.
എനിക്കിത് കണ്ടപ്പോൾ വളരെ വലിയൊരു ആവേശമായി. ഈ മലപ്പുറം മഅദിനിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കളൊക്കെ പഠിക്കുന്നുണ്ടോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മോനെ അവിടെ ചേർക്കണം. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ വല്ലതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സ്ഥാപനം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വഴി ബസ്സിലിങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രാസ്ഥാനികമായിട്ട് ബന്ധങ്ങളൊന്നും നമുക്കില്ല. അവർ ഈ കോവിഡിനല്ല വെള്ളപ്പൊക്കത്തിന് ശേഷം അവരൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ. അന്ന് അവിടെ മുരളി തുമ്മാരക്കുടി വന്നപ്പോൾ അത് മഅദിനിലെ കുട്ടികളാണ് അത് സംഘടിപ്പിച്ചത്. അന്ന് ആ പരിപാടിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. എന്നതല്ലാതെ എനിക്ക് ആ സ്ഥാപനവുമായിട്ട് കണ്ടോ കേട്ടോ യാതൊരു പരിചയങ്ങളും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം ആ കാഴ്ച കണ്ടപ്പോൾ. ആ കുട്ടികൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെയും അവരെയും ഒക്കെ അള്ളാഹു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നൊരു ചരിത്രം പറയാനുണ്ട്. ഇന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്നാണ് ചെറിയൊരു ഭാഗം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിലേക്ക് ഒരു കേസ് വന്നു. കേസ് വന്നെന്ന് വെച്ചാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനെ തേടിയാണ് കേസ് വരുന്നത്. ഒരു മനുഷ്യൻ ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സുകാരൻ ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ തീരെ തടിയില്ല, വണ്ണം കുറവാണ്. അതേപോലെ അത്ര വലിയ സൗന്ദര്യമൊന്നും ഭാര്യയില്ല. ഇയാൾക്കാണെങ്കിൽ വലിയ ഡിമാൻഡായിരുന്നു, ഭാര്യ നല്ല തടി ഉണ്ടാവണം, കുറച്ചൊക്കെ ഒരു ഇത് വേണം, ഒരു ശരീര പുഷ്ടി വേണം, പിന്നെ കാണാൻ നല്ല ഭംഗി വേണം. അപ്പോൾ അദ്ദേഹം ഒരു ദീർഘമായ യാത്ര പോവാണ്. യാത്ര പോകുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുമ്പോഴേക്കും നീ തടിച്ച് സുന്ദരിയായിട്ട് 14 രാവ് പോലെയുള്ള സൗന്ദര്യം വേണമെന്ന് പറഞ്ഞു. ഭാര്യ ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ ഞാൻ തന്നെ 3 തലാഖും ചെല്ലുട്ടാന്ന് പറഞ്ഞു. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ എൻ്റെ 3 തലാഖും പോയി. ഇതിനെ കിതാബിൽ പറയാ, ഫിഖിന്റെ മസ്അലയിൽ പറയാ തഹരീക്കിന്റെ തലാഖ് എന്നാണ്. ഒരു കാര്യത്തിനെ കണക്ട് ചെയ്തിട്ട് തലാഖില്ല. ഈ അങ്ങനെ ചെയ്താൽ എൻ്റെ തലാഖ് പോയി എന്ന് പറയാം. അങ്ങനെ ആ സാധനം ചെയ്താൽ തലാഖ് പോവും, നോർമലി പോവും. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നത്രേ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭാര്യ അത്യാവശ്യം തടിച്ചിട്ടുണ്ട്, പക്ഷെ സൗന്ദര്യമില്ല. 14 രാവോളൊന്നും സൗന്ദര്യം വന്നിട്ടില്ല, കുറച്ചൊക്കെ ഒരു സൗന്ദര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ഇയാളാകെ സങ്കടപ്പെട്ടു. ഇയാൾ പറയാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? 14 രാവിന്റെ ഭംഗിയില്ലെങ്കിൽ നിന്റെ 3 തലാഖും പോയിന്ന്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു 14 രാവൊന്നും ഞാൻ ആയിട്ടില്ല, നിങ്ങളിപ്പോൾ 3 തലാഖ് ചൊല്ലിന്ന് മറ്റല്ലേ പോയത്, ഇപ്പം എൻ്റെ 3 തലാഖും പോയില്ലേ. ഭർത്താവ് ആലോചിച്ച്, ശരിയാണുള്ള പടച്ചോനെ, എന്താ ഇപ്പം ചെയ്യാൻ? നാട്ടിലുള്ള പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, നിന്റെ തലാഖ് പോയി. ഇനി ഒരിക്കൽ പോലും ആ പെണ്ണിനെ നിനക്ക് ഭാര്യയായിട്ട് കല്യാണം കഴിക്കാൻ പറ്റൂല. പറ്റണം എന്നുണ്ടെങ്കിൽ വേറെ ആള് കല്യാണം കഴിച്ച് അവർ തമ്മിൽ സെക്സ് ഒക്കെ നടന്ന് അതിൻ്റെ ഡിവോഴ്സായി ഇത് ചെയ്തിട്ടൊക്കെ അതൊക്കെ അത് നടക്കൂലല്ലോ. അതൊക്കെ എങ്ങനെ മനുഷ്യന്മാർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് വളരെ വലിയൊരു പണ്ഡിതനുണ്ട് മദീനയിൽ എന്ന് പറഞ്ഞിട്ട് മദീന പള്ളിയിലേക്ക് പോയത്. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്കാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗുരുനാഥനെ കാണാൻ വേണ്ടി പോയതാണ്. മഹാഗുരുവാൻ, എല്ലാത്തിനും പരിഹാരമുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ വേദന അറിയുന്ന ഒരാൾ. പക്ഷേ ഗുരുനാഥൻ അപ്പോഴൊരു ഒരു ചർച്ചയിലായതുകൊണ്ട് ഇവർക്ക് ഗുരുനാഥനെ ഇമാം മാലിക് റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അവിടുത്തെ വിദ്യാർത്ഥിയാണ്, മുത്തഅല്ലിമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുത്തഅല്ലിമാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അവർ വന്ന വിഷയങ്ങൾ പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒരു ചങ്ങായിയുടെ തലാഖ് പോയിട്ടില്ല, നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോകൂ, തലാഖ് സംഭവിച്ചിട്ടേ ഇല്ലെന്ന്. ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. ഇവർ ചെന്ന് കണ്ട പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞത് തെളിവുകൾ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, തലാഖ് പോയിട്ടുണ്ട്, തലാഖ് പോയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആനിലുണ്ട്, തലാഖ് പോയിട്ടില്ല. ഇവർക്ക് ആശ്വാസമുണ്ട്, പേടിയുണ്ട്. കാണാൻ ചെന്നത് വളരെ വലിയ വിശ്വഗുരു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇവര് തിരക്കായപ്പോ കണ്ടത് അവിടുത്തെ വെറുമൊരു മുത്തഹല്ലിമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ചർച്ച കഴിഞ്ഞിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിനെ കാണാൻ വന്നവരാണല്ലോ, പ്രശ്നം അവരുടേതാണല്ലോ, ചെന്ന് കണ്ടു. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വിഷയങ്ങളൊക്കെ കേട്ടു പറഞ്ഞു, തലാഖ് പോയി, ഒരു രക്ഷയില്ല, ഇത് കുട്ടികളിയാ, തലാഖ് പോകൂലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ശിഷ്യൻ ഞങ്ങളോട് പറഞ്ഞത് തലാഖ് പോയിട്ടില്ല, ഖുർആനിൽ തെളിവുണ്ടല്ലോ എന്നാണ്. ഇമാം മാലിക് റളിയല്ലാഹു ഞെട്ടിപ്പോയി. ആരാണ് അങ്ങനെ ഒരു മുത്തഅല്ലിം? ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, ഇമാം മാലിക് ഞെട്ടി. കാരണം 15ാമത്തെ വയസ്സിൽ തന്നെ ഫത്വ കൊടുക്കാനുള്ള കഴിവ് നേടിയ മഹാപണ്ഡിതനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഖുർആൻ കലക്കി കുടിച്ച മനുഷ്യൻ. ഇത് ശിഷ്യൻ വേറെ ലെവലാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യനെ വിളിച്ചു, അല്ല ഈ എന്തടിസ്ഥാനത്തിലാണ് ഖുർആനിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തലാഖ് പോകില്ല എന്ന് പറഞ്ഞാണ്. പറഞ്ഞു, പ്രശ്നം എന്താണ്?
14-ാം രാവിന്റെ അത്ര സൗന്ദര്യം ഉണ്ടാവണം എന്നല്ലേ ഡിമാൻഡ് വെച്ചത്? അതാവാത്തത് കൊണ്ടല്ലേ തലാക്ക് പോയെന്ന് നിങ്ങളെല്ലാവരും പറയണത്. ഞാൻ പറയുന്നു, ആ ഒരു യുവതിക്ക്, ആ ഒരു ഭാര്യക്ക് 14-ാം രാവിന്റെ സൗന്ദര്യമുണ്ടെന്ന് ഖുർആനിലുണ്ട്. ഇമാം മാലിക് ഇതിനെ അത്ഭുതപ്പെട്ടു പോയി. ഈ സ്ത്രീക്ക് 14-ാം രാവിന്റെ സൗന്ദര്യമുണ്ടെന്ന് ഖുർആനിലുണ്ടെന്നോ? ഏതാണ് ആയത്ത് എന്ന് വെച്ചോ? വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു, അള്ളാഹു ഓരോ മനുഷ്യരെയും അവന്റെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. 14-ാം രാവിനേക്കാൾ സൗന്ദര്യമുണ്ട് ആ പെണ്ണിന് നമ്മുടെ കണ്ണിന്റെ കാഴ്ചപ്പാടാണ്. ഓരോരുത്തർക്കും സൗന്ദര്യമുണ്ടെന്നുള്ള ആ ഒരു സൈക്കോളജിക്കലായ മറുപടി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ കുടുംബം സന്തോഷത്തോടെ തിരിച്ചുപോയി. ഞങ്ങളുടെ ആ ഒരു ഭർത്താവിന് ഭയങ്കര ആശ്വാസം. ആ ഭർത്താവിന് ഭാര്യ ഒഴിവാക്കാൻ പറ്റൂല, അത്ര സ്നേഹമാണ്. പറയാനിതൊരു അബദ്ധത്തിൽ പറഞ്ഞെങ്കിലും ഭാര്യക്കും അങ്ങനെ തന്നെയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുപോയി. ഖുർആനിനെ ഇത്ര മനോഹരമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മഹാപണ്ഡിതനാണല്ലോ, ആ പണ്ഡിതന്റെ ഗുരുവാണല്ലോ ഞാൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ ഈ ഒരു റമദാനിലെ ഏറ്റവും പ്രബലമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. നടന്ന യുദ്ധമാണ്. ഈ ബദർ യുദ്ധത്തിനെ വിശുദ്ധ ഖുർആനിൽ ഏത് പേരിലാണ് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.